ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മധ്യകാല കേരളം എന്ന് പറഞ്ഞ SCERT ടെക്സ്റ്റിലെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒരു പാഠഭാഗമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കേരളത്തിൻ്റെ കാര്യങ്ങളാണ്, അതായത് കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന രാജസമ്പ്രദായം, അതേപോലെ രാജഭരണം, പിന്നീട് അത് കഴിഞ്ഞ് കച്ചവട സംഘങ്ങൾ ഒക്കെ ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണവും മണിഗ്രാമവും. ഓക്കെ, ഇനി അടുത്തത് തെക്കേ ഇന്ത്യയിൽ ആകെ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രാദേശിക സംഘങ്ങളാണ് നാനാദേശികൾ, വളഞ്ചിയാർ. അപ്പോൾ തെക്കേ ഇന്ത്യയിൽ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന എന്താണ് പ്രാദേശിക കച്ചവട സംഘങ്ങളുടെ പേരാണ് നാനാദേശികൾ, വളഞ്ചിയാർ. അപ്പം നമ്മുടെ അഞ്ചുവണ്ണവും മണിഗ്രാമവും എന്താണ്, പുറം നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആൾക്കാരാണ്. എന്നാൽ പ്രാദേശിക സംഘങ്ങളുടെ പേരാണ് നാനാദേശികൾ, വളഞ്ചിയാർ. ദേശാന്തര ബന്ധമുള്ള ഈ സംഘങ്ങളുടെ പിന്തുണ ഭരണാധികാരികൾ ഏറെ വിലമതിച്ചു. അപ്പം പല ദേശങ്ങളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് ഈ കച്ചവട സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദേശത്തെയും എന്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാടുവാഴികൾ ഇവരെ വളരെയധികം ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. മധ്യകാല കേരളത്തിലെ പ്രധാന വരുമാന മാർഗം കച്ചവട ചുങ്കം. അപ്പോൾ ആ സമയത്ത് തന്നെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? കച്ചവടത്തിൻ്റെ ചുങ്കമായിരുന്നു. അത് കച്ചവടം നടത്തണം, ഒരു നാട്ടിൽ കച്ചവടം നടത്തണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? രാജാവിന് ചുങ്കം നൽകണമായിരുന്നു. രാജാവിന് എന്താണ് ഒരു കൈക്കൂലി പോലെ, അല്ലെങ്കിൽ എന്താണ് രാജാവിന് ഒരു ഫിക്സഡ് എമൗണ്ട് അവർ കൊടുക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ ആ നാട്ടിൽ കച്ചവടം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളായിരുന്നു. അപ്പോൾ മധ്യകാല കേരളത്തിൽ രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനം അല്ലെങ്കിൽ നാടുവാഴികളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ കച്ചവട ചുങ്കമായിരുന്നു. ഓക്കെ, അടുത്തത് അങ്ങാടികൾ. വ്യാപാരത്തിന്റെ ഭാഗമായി പുതുതായി അങ്ങാടികളും കമ്പോളങ്ങളും രൂപപ്പെട്ടു. അപ്പോൾ വ്യാപാരത്തിന്റെ ഭാഗമായിട്ട് പുതുതായിട്ട് ഒരുപാട് അങ്ങാടികൾ, കമ്പോളങ്ങൾ, അതായത് വലിയ നഗരങ്ങളായിട്ടില്ല, അതിന് പകരം ചെറിയ ചെറിയ ചന്തകളൊക്കെ കുറച്ചുകൂടെ വലിയൊരു എന്താണ് അങ്ങാടികളും കമ്പോളങ്ങളും രൂപപ്പെട്ടു. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിൽപ്പനയ്ക്കായി അങ്ങാടികളിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളെല്ലാം എവിടെയാണ്? അങ്ങാടികളിലായിട്ട് എത്തും. അപ്പോൾ ചന്തയല്ല, ചന്തയ്ക്ക് പകരം അങ്ങാടികൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം എവിടെ എത്തും? ഈ പറയുന്ന അങ്ങാടികളിൽ എത്തും. നമുക്ക് അങ്ങാടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുത്തുന്നതിന് സഹായകമായി. അപ്പോൾ ഈ പ്രാദേശിക കച്ചവടം, അതായത് നമ്മുടെ നാട്ടിലുള്ള ഈ ലോക്കൽ കച്ചവടം വളർത്തുന്നതിന് വളരെ സഹായകരമായ ഒരു കാര്യമാണ് ഈ അങ്ങാടികൾ വളർന്നു വന്നത്. അപ്പോൾ എന്താണ് അങ്ങാടികൾ എന്ന് പറഞ്ഞാൽ ചന്തയേക്കാൾ കുറച്ചുകൂടെ വലിയ ഒരു എന്താണ് മാർക്കറ്റ് തന്നെയാണ് ചന്ത. അതിനേക്കാൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അങ്ങാടി എന്ന് പറയുന്നത്. അവിടെ എന്താണ് പ്രാദേശികമായ കച്ചവടം നന്നായിട്ട് വളരാനായിട്ട് സാധിച്ച, അല്ലെങ്കിൽ അത് വളരാൻ സാധിച്ച ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? അങ്ങാടി എന്ന് പറയുന്നത്. മധ്യകാല കേരളത്തിലെ പ്രധാന അങ്ങാടികൾ അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി. അപ്പോൾ മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട അങ്ങാടികൾ ഏതൊക്കെയായിരുന്നു? അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി. ഏതൊക്കെയാണ്? അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി. ഈ 5 സ്ഥലങ്ങളായിരുന്നു മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട അങ്ങാടികൾ എന്ന് പറയുന്നത്. മധ്യകാല കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളാണ് കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊല്ലമുണ്ട്, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം. ഈ 4 തുറമുഖങ്ങളായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. അങ്ങാടികളാണെങ്കിലോ അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായനി. ഈ 5 എണ്ണമാണ് പ്രധാനപ്പെട്ട അങ്ങാടികൾ. 4 തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം. ഇനി പ്രാചീന കൃതികളിലും ഇത്തരം വ്യാപാരങ്ങളെക്കുറിച്ചും കച്ചവട സംഘങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. പ്രാചീന കൃതികളിലും എന്താണ് ഇത്തരം വ്യാപാരങ്ങളെക്കുറിച്ചും ഇതുപോലുള്ള കച്ചവട സംഘങ്ങളെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്നുണ്ട്. അത് ഓരോന്ന് നോക്കാം. നോക്കിയേ, കര വഴിയും കടൽ വഴിയും അങ്ങാടിയിൽ എത്തിയ ഉൽപ്പന്നങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം. അപ്പോൾ ഉണ്ണുനീലി സന്ദേശത്തിൽ എന്താണ് പറയുന്നത്? കര വഴിയും അതേപോലെ തന്നെ കടൽ വഴിയും അങ്ങാടിയിൽ പലതരത്തിലുള്ള സാധനങ്ങൾ എത്തിച്ചേർന്നു. അപ്പം അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ബുക്കാണ് ഉണ്ണുനീലി സന്ദേശം. മണിപ്രവാള കൃതിക്ക് ഉദാഹരണമാണ് ഉണ്ണുനീലി സന്ദേശം. മണിപ്രവാളം അല്ലെ, മണിപ്രവാള കൃതിക്കാണ് എന്തെന്ന് പറയുന്നത്? മണിപ്രവാള കൃതിക്ക് ഉദാഹരണമാണ് എന്ത്? ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നത് മണിപ്രവാള കൃതിക്ക് ഉദാഹരണമാണ്. ഉണ്ണുനീലി സന്ദേശത്തിൽ എന്താണ് പരാമർശിക്കുന്നത്? കര വഴിയും കടൽ വഴിയും എന്താണ് കേരളത്തിലേക്ക് എത്തിയ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് ഉണ്ണുനീലി സന്ദേശം.
മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർത്ത് രൂപം കൊണ്ട ഭാഷാ ശൈലിയാണ് മണിപ്രവാളം. അപ്പൊ മണിപ്രവാളം എന്ന് പറയുന്നത് എന്താണ്? സംസ്കൃതവും മലയാളവും കൂടി കൂടിക്കലർന്ന ഒരു ഭാഷയാണ് നമ്മൾ മണിപ്രവാളം എന്ന് പറയുന്നത്. അതിനകത്ത് സംസ്കൃതവും വരും മലയാളവും വരും അല്ലേ. അപ്പൊ സംസ്കൃതവും മലയാളവും കൂടിക്കലർന്ന ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് മാഹ്വാൻ എന്നൊക്കെ പറയും അല്ലേ. മാഹ്വാൻ എന്ന് പറയുന്ന ആരാണ്? 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി. 15-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിലെ മധ്യകാലഘട്ടമാണ് അല്ലേ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് മാഹ്വാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, കര വഴിയും കടൽ വഴിയും കേരളത്തിലേക്ക് അല്ലെ അങ്ങാടിയിലെത്തിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നത് മണിപ്രവാള കൃതിക്ക് ഒരു ഉദാഹരണമാണ്. ഇനി എന്താണ് മണിപ്രവാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതവും മലയാളവും കൂടെ മിക്സ് ചെയ്തൊരു ഭാഷയ്ക്കാണ് എന്തെന്ന് പറയുന്നത് മണിപ്രവാളം എന്ന് പറയുന്നത്. പിന്നീട് പറഞ്ഞ എന്താണ്? 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് മാഹ്വാൻ അല്ലെങ്കിൽ മാഹ്യാൻ എന്നൊക്കെ പറയും. ഓക്കെ, അടുത്തത് പെരുമാൾ കാലത്തെ വിദേശ വാണിജ്യം. കച്ചവട ആവശ്യത്തിന് കേരളത്തിൽ എത്തിച്ചേർന്നവരിൽ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. അപ്പോൾ കച്ചവട ആവശ്യത്തിന് നമുക്കറിയാം സിറിയൻ ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്നു. അവരുടെ കച്ചവട സംഘത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മണിഗ്രാമം എന്ന് പറഞ്ഞത്. അവരുടെ അനുയായികളായി ചില നാട്ടുകാരും ചേർന്നു. പ്രധാന വാണിജ്യ വിഭാഗമായി മാറിയ ഇവർ ഇവിടുത്തെ പരമ്പരാഗത സാമൂഹിക ക്രമങ്ങൾ അംഗീകരിച്ച് ജീവിച്ചു. അപ്പോൾ എന്താണ്? ക്രിസ്ത്യാനികളും കച്ചവടത്തിനായിട്ട് കേരളത്തിലേക്ക് വന്നു. അപ്പോൾ അവരുടെ ആ ഒരു രീതി കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ കുറേ ആൾക്കാരും എന്ത് ചെയ്തു? അവരുടെ അനുയായികളായിട്ട് മാറി. അപ്പം ഈ അനുയായികൾ, വന്ന ആൾക്കാരും അവരുടെ അനുയായികളും ഇവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് ഇവിടെ ജീവിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ ജീവിച്ചു വരുന്നു. ഓക്കെ, അവരുടെ അനുയായികളായി ചില നാട്ടുകാരും ചേർന്നു. പ്രധാന വാണിജ്യ വിഭാഗമായി മാറിയ ഇവർ ഇവിടുത്തെ പരമ്പരാഗത സാമൂഹിക ക്രമങ്ങൾ അംഗീകരിച്ച് ജീവിച്ചു. അപ്പോൾ ഇവിടുത്തെ സാമൂഹിക ക്രമം നോക്കി തന്നെ അവരെന്ത് ചെയ്തു? ജീവിച്ചു. ഈ വന്ന ക്രിസ്ത്യാനികളും അവരുടെ അനുയായികളായിട്ട് മാറിയ ഇവിടുത്തെ പ്രാദേശികവാസികളും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച രീതിയിൽ അല്ലെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതിനനുസരിച്ച് അവരെന്ത് ചെയ്തു? ഇവിടെ ജീവിച്ചു പോന്നു. യൂറോപ്പും കേരളവുമായുള്ള വ്യാപാരത്തിന്റെ ഇടത്തട്ടുകാരായി പ്രവർത്തിച്ചത് അറബികളാണ്. അതേപോലെ തന്നെ യൂറോപ്പും കേരളവുമായിട്ടുള്ള വ്യാപാരത്തിന്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചത് ആരാണ്? അറബികളാണ്. യൂറോപ്പും കേരളവുമായിട്ടുള്ള വ്യാപാരത്തിന്റെ ഇടനിലക്കാരാരാണ്? അറബികളാണ്. കേരളത്തിൽ നിന്നും കച്ചവടക്കാർ കൊണ്ടുപോയ പ്രധാന ഉൽപ്പന്നം കുരുമുളക്. നമുക്കറിയാം കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളാണ്. അതിൽ കറുത്തമുത്ത് എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളകാണ് അല്ലേ. അപ്പം കുരുമുളകാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് കച്ചവടക്കാർ പുറം നാടുകളിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയ വസ്തു എന്ന് പറയുന്നത് ഏതാണ്? കുരുമുളകാണ്. ആഭ്യന്തരവും വംശീയവുമായ കച്ചവടം നടത്തി നാടിന് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറിയവരാണ് കച്ചവട സംഘങ്ങൾ. അപ്പം എന്താണ്? വംശീയരല്ല, വിദേശീയരുമായി അല്ലേ. അപ്പം ആഭ്യന്തരം ഇന്ത്യക്കകത്തും അതേപോലെ തന്നെ വിദേശീയരുമായിട്ടും കച്ചവടം നടത്തി അങ്ങനെ നമ്മുടെ നാട്ടിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് മാറി എന്തെന്ന് പറയുന്നത് ഈ കച്ചവട സംഘങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ആഭ്യന്തരമായിട്ട് ഇന്ത്യക്കകത്തും കച്ചവടം നടത്തി, ഇന്ത്യക്ക് പുറത്തും വിദേശീയരുമായിട്ടും കച്ചവടം നടത്തി. അപ്പം അങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ ഇവരെ എന്താണ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി മാറി കച്ചവട സംഘങ്ങൾ. അടുത്തത് ഭാഷ, സാഹിത്യം, കല. മലയാളം തമിഴ് ഭാഷയിൽ നിന്ന് രൂപപ്പെട്ടു എന്നാണ് കരുതുന്നത്. അപ്പോൾ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ എവിടെ നിന്നാണ്? തമിഴ് ഭാഷയിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മലയാളവും സംസ്കൃതവും കൂടി മിക്സ് ചെയ്ത ആ ഒരു ഭാഷയ്ക്ക് നമ്മൾ എന്ത് പേര് പറയും? മണിപ്രവാളം എന്ന് പറയും അല്ലേ. അപ്പോൾ മലയാളം എന്ന് പറയുന്ന ഭാഷ തമിഴിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഭാഷയാണ് സംസ്കൃതം. അപ്പോൾ മലയാള ഭാഷയുടെ വികാസത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന പ്രാചീന മലയാള ലിപികളാണ് വട്ടെഴുത്ത്, കോലെഴുത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു ജൂതശാസനം എഴുതിയിരുന്ന ഏത് ലിപിയിലാണ്? വട്ടെഴുത്തിലാണ് അല്ലേ. ജൂതശാസനം എഴുതിയിരുന്നത് വട്ടെഴുത്തിലാണ്. അപ്പോൾ കേരളത്തിൽ നിലനിന്നിരുന്ന പണ്ടുകാലത്തെ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ലിപികളാണ് വട്ടെഴുത്ത്, കോലെഴുത്ത്. ഓക്കെ, വട്ടെഴുത്തും കോലെഴുത്തും കേരളത്തിൽ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ലിപികളാണ് കോലെഴുത്ത്, വട്ടെഴുത്ത്. അപ്പോൾ എന്താ കാര്യങ്ങളാണ് പറഞ്ഞത്? മലയാളം എന്ന് പറയുന്ന ഭാഷ രൂപം കൊണ്ടത് തമിഴിൽ നിന്നാണ്. മലയാള ഭാഷയുടെ വികാസത്തിൽ ഒരുപാട് പങ്ക് വഹിച്ച മറ്റൊരു ഭാഷയാണ് ഏതെന്ന് പറയുന്നത്? സംസ്കൃതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാചീന മലയാള ലിപികളാണ് വട്ടെഴുത്ത്, കോലെഴുത്ത്. അതിൽ വട്ടെഴുത്തിന് ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നത് ഏതാണ്? ജൂതശാസനം എഴുതിയത് ഏത് ലിപിയിലാണ്? വട്ടെഴുത്തിലാണ്. ഓക്കെ,
17-ാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച കൃതിയാണ് മുഹീദ്ദീൻ മാല. അപ്പം ഖാസി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അറബി മലയാളത്തിൽ രചിച്ച പുസ്തകത്തിന്റെ പേരാണ് മുഹീദ്ദീൻ മാല. മറന്നു പോകരുത്, ബുക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, 17-ാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച കൃതിയാണ് മുഹീദ്ദീൻ മാല. ഏത് ഭാഷയിലാണ് കൃതി എഴുതിയത്? അറബി മലയാളത്തിലാണ് എഴുതിയത്. ബുക്കിന്റെ പേര് മുഹീദ്ദീൻ മാല. രചയിതാവ് ആരാണ്? ഖാസി മുഹമ്മദ്. 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച കൃതി പുത്തൻ പാന. ഇനി 17-ാം നൂറ്റാണ്ടിലാണ് ഖാസി മുഹമ്മദ് മുഹീദ്ദീൻ മാല രചിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച ഗ്രന്ഥമാണ് എന്തെന്ന് പറയുന്നത്? പുത്തൻ പാന. അർണോസ് പാതിരി രചിച്ച ഗ്രന്ഥം ഏതാണ്? പുത്തൻ പാനയാണ്. എന്നാൽ ഖാസി മുഹമ്മദ് അറബി മലയാളത്തിൽ എഴുതിയ കൃതി ഏതാണ്? മുഹീദ്ദീൻ മാല. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം. അപ്പൊ അറബി മലയാളത്തിൽ രചിച്ച കൃതി ഏതാണ്? മുഹീദ്ദീൻ മാല. എഴുതിയത് ആരാണ്? ഖാസി മുഹമ്മദ്. അടുത്തത്, അറബി മലയാളം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി അറബി. അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ അറബി മലയാളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇടയിൽ നിലനിന്നിരുന്ന ഒരു ഭാഷയാണ് അറബി മലയാളം. അത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ്? അറബി ലിപിയിലായിരുന്നു അത് എഴുതിയിരുന്നത്. മലയാളവും കൂടി വരുന്നതേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് മലയാളം ഉണ്ട് എങ്കിൽ പോലും എന്താണ്, അറബി ലിപിയിലായിരുന്നു ഈ ഒരു ഭാഷ എഴുതിയിരുന്നത്. മലയാള ഭാഷയെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, തൊഴിൽ പാട്ട്. അപ്പോൾ മലയാള ഭാഷ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച പാട്ടുകൾ, പലതരത്തിലുള്ള പാട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണ്? വടക്കൻ പാട്ടുകളുണ്ട്, തെക്കൻ പാട്ടുകളുണ്ട്, അതേപോലെ തന്നെ എന്താണ്, തൊഴിൽ പാട്ടുണ്ട്. ഈ 3 തരം പാട്ടുകളുമാണ് മലയാള ഭാഷയെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച പാട്ടുകൾ. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കൻ പാട്ടുകളുണ്ട്, ഉണ്ണിയാർച്ചയുടെയൊക്കെ വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, അതേപോലെ തന്നെ തൊഴിൽ പാട്ടുകൾ. ഓക്കെ, സംസ്കൃത നാടകങ്ങൾ അരങ്ങേറിയത് കൂത്തമ്പലം. അത് ഓർത്തിരിക്കണം. സംസ്കൃത നാടകങ്ങൾ അരങ്ങേറിയ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? കൂത്തമ്പലം. കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് നാടകങ്ങളൊക്കെ കളിച്ചിരുന്നത്. ക്ഷേത്രങ്ങളിൽ കലകൾ അരങ്ങേറിയിരുന്ന വേദിയാണ് കൂത്തമ്പലം. ഈ കൂത്തമ്പലം എവിടെയാണുള്ളത്? ക്ഷേത്രങ്ങളിലാണ് അല്ലേ? ക്ഷേത്രങ്ങളിൽ പലതരം കലകൾ അരങ്ങേറിയിരുന്ന ആ ഒരു സ്ഥലത്തെ പറയുന്ന പേരാണ് കൂത്തമ്പലം. അവിടെ തന്നെയാണ് സംസ്കൃത നാടകങ്ങളും അരങ്ങേറിയത്. ഓക്കെ, അപ്പോൾ സംസ്കൃത നാടകങ്ങൾ കളിച്ചിരുന്ന സ്ഥലവും കൂത്തമ്പലമാണ്. ഈ കൂത്തമ്പലം എവിടെയാണുള്ളത്? ക്ഷേത്രങ്ങളിലാണ്. ക്ഷേത്രങ്ങളിൽ വിവിധ കലകൾ അരങ്ങേറുന്ന സ്ഥലത്തെയാണ് കൂത്തമ്പലം എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളോട് ചേർന്ന് കൂത്തമ്പലങ്ങളിൽ അരങ്ങേറിയിരുന്ന കലാരൂപങ്ങളാണ് കൂത്ത്, കൂടിയാട്ടം, കഥകളി. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രങ്ങളോട് ചേർന്ന് കൂത്തമ്പലത്തിൽ അരങ്ങേറുന്ന മറ്റ് കലാരൂപങ്ങൾ അല്ലെ? മറ്റ് കലാരൂപങ്ങൾ ഏതൊക്കെയായിരുന്നു? കൂത്തുണ്ട്, കൂടിയാട്ടം, അതേപോലെ തന്നെ കഥകളി. ഇത് 3ഉമാണ് ക്ഷേത്രങ്ങളോട് ചേർന്നിട്ടുള്ള കൂത്തമ്പലങ്ങളിൽ അരങ്ങേറിയിരുന്ന മറ്റ് കലാരൂപങ്ങളാണ് കൂത്ത്, കൂടിയാട്ടം, കഥകളി. ക്ഷേത്രകലകളായി അറിയപ്പെട്ടിരുന്നത് കൂത്ത്, കൂടിയാട്ടം, കലകളി. അതുകൊണ്ട് തന്നെ ഈ 3 കലകളെ എങ്ങനെ അറിയപ്പെട്ടു? ക്ഷേത്ര കലകൾ എന്ന് അറിയപ്പെട്ടു. ഇപ്പൊ കൂത്ത്, കൂടിയാട്ടം, കഥകളി ഇത് 3ഉം എന്താണ്? ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവ 3ഉം എങ്ങനെ അറിയപ്പെട്ടു? ക്ഷേത്ര കലകൾ എന്ന് അറിയപ്പെട്ടു. അപ്പൊ ക്ഷേത്ര കലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? കൂത്ത്, കൂടിയാട്ടം, കഥകളി. 3ഉം കായിലാണ് ആരംഭിക്കുന്നത്. കൂത്ത്, കൂടിയാട്ടം, കഥകളി. ഓക്കെ, അടുത്തത്, കാവുകളിലും മറ്റു ആരാധനാലയങ്ങളും നടത്തപ്പെട്ടിരുന്ന കലകൾ അറിയപ്പെടുന്നത് അനുഷ്ഠാന കലകൾ. ഓക്കെ, അപ്പോൾ കാവുകളിലും മറ്റ് ആരാധനാലയങ്ങളിലും നടത്തിയിരുന്ന കലകളെ നമ്മൾ എന്ത് പേര് പറയുമായിരുന്നു? അനുഷ്ഠാന കലകൾ എന്നായിരുന്നു പറയുന്നത്. ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ക്ഷേത്രകലകൾ എന്ന് പറയും അല്ലേ? ക്ഷേത്രകലകൾ ഏതൊക്കെയായിരുന്നു? കൂത്ത്, കൂടിയാട്ടം, കഥകളി. ഇത് 3ഉമാണ് ക്ഷേത്രകലകൾ. ഇനി അനുഷ്ഠാന കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാവുകളിലും മറ്റ് ആരാധനാലയങ്ങളിലും നടത്തിയിരുന്ന കലാരൂപങ്ങൾ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനുഷ്ഠാന കലകൾ എന്ന് പറയുന്നത്. അതിനുദാഹരണം എന്തൊക്കെയാണ്? പ്രധാന അനുഷ്ഠാന കലകളാണ് തെയ്യം, തിറ, കളംപാട്ട്, വെള്ളാട്ട്, ഉഴിച്ചിൽ, സർപ്പം തുള്ളൽ. അപ്പം അനുഷ്ഠാന കലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? തെയ്യം, തിറ, സർപ്പം തുള്ളൽ, പിന്നെന്താ വെള്ളാട്ട്, കളംപാട്ട്, ഉഴിച്ചിൽ. ഇതെല്ലാം എന്താണ്? അനുഷ്ഠാന കലകളാണ്. അപ്പം ക്ഷേത്രകലകളും ഉണ്ട്, അനുഷ്ഠാന കലകളും ഉണ്ട്. ക്ഷേത്രകലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കൂത്ത്, കൂടിയാട്ടം, കഥകളി. അത് ക്ഷേത്രത്തിനോട് ചേർന്ന് കൂത്തമ്പലങ്ങളിലായിരുന്നു കളിക്കുന്നത്. ഇനി അനുഷ്ഠാന കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് കാവുകളിലോ അല്ലെങ്കിൽ അതുപോലുള്ള ആരാധനാലയങ്ങളിലോ നടത്തുന്ന കലകളെയാണ് അനുഷ്ഠാന കലകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഏതൊക്കെ? തെയ്യം, തിറ, സർപ്പം തുള്ളൽ, കളംപാട്ട്, പിന്നെ വെള്ളാട്ട്. ഇതെല്ലാം എന്തിനു ഉദാഹരണമാണ്? അനുഷ്ഠാന കലകൾക്ക് ഉദാഹരണമാണ്. വിവിധ മതവിഭാഗങ്ങൾ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായി നടത്തിയിരുന്ന കലകളാണ് ഒപ്പന, മാർഗംകളി, ചവിട്ടുനാടകം. അപ്പോൾ എന്താണ്, മറ്റ് പല മതക്കാരും അവരുടെ പല അനുഷ്ഠാനത്തിൻ്റെ അല്ലെ ആചാരങ്ങളുടെയും ഭാഗമായിട്ട് നടത്തിയിരുന്ന കലകളാണ് ഒപ്പന, മാർഗംകളി, ചവിട്ടുനാടകം. ഒപ്പന എന്ന് പറയുന്ന ആരാണ്? മുസ്ലിംസിന്റെ ഒരു ആഘോഷമാണ്. മാർഗംകളിയും ചവിട്ടുനാടകവും ആരാണ്? ക്രിസ്ത്യൻസ് ആണ് നടത്തിയിരുന്നത്. ചവിട്ടുനാടകം എന്ന് പറയുന്നത് എന്താണ്? പോർച്ചുഗീസുകാർ നമുക്ക് കേരളീയർക്ക് നൽകിയ ഒരു സംഭാവനയാണ് എന്തെന്ന് പറഞ്ഞത്? ചവിട്ടുനാടകം. അത് പോർച്ചുഗലിലുള്ള ഒരു ആർട്ട് ഫോമാണ് അല്ലേ. അത് പിന്നീട് ഇന്ത്യയിലേക്ക് അല്ലെ കേരളത്തിലേക്ക് വന്നതാണ്. അപ്പോൾ മറ്റ് മതവിഭാഗക്കാർ നടത്തുന്ന അനുഷ്ഠാന കലകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ഒപ്പന, മാർഗംകളി, അതേപോലെ തന്നെ ചവിട്ടുനാടകം. അടുത്തത് വിജ്ഞാനം. പെരുമാൾ കാലത്തെ, പെരുന്നാളല്ല കേട്ടോ, പെരുമാളാണ്. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. അപ്പോൾ പെരുമാളിന്റെ ഭരണകാലത്ത് അല്ലെ പെരുമാക്കന്മാരുടെ ഭരണകാലത്തെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ആര്? ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. ആ പേരിനകത്ത് തന്നെ രണ്ടും ഉണ്ട്, ഓർത്തിരിക്കുക. അപ്പൊ അദ്ദേഹം ആരാണ്? ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു അല്ലെ, അസ്ട്രോളജർ ആയിരുന്നു, ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം രചിച്ച ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ശങ്കരനാരായണീയം. ശങ്കരനാരായണൻ ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. ഇനി ഗണിതശാസ്ത്ര രംഗത്ത് സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് സംഗ്രാമ മാധവൻ. ഇനി ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് സംഭാവനകൾ നൽകിയ വ്യക്തി എന്താണ്? വ്യക്തിയുടെ പേരെന്താണ്? സംഗ്രാമ മാധവൻ. സംഗ്രാമ മാധവൻ. ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടത് ശങ്കരനാരായണൻ, ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? സംഗ്രാമ മാധവൻ. ശങ്കരനാരായണൻ രചിച്ച ഗ്രന്ഥത്തിന്റെ പേര് ശങ്കരനാരായണീയം. അടുത്തത് മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ആയുർവേദ ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം. അപ്പൊ മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ആയുർവേദ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? അഷ്ടാംഗ ഹൃദയം. മധ്യകാലഘട്ടത്തിലെ മറ്റ് പ്രധാന സൃഷ്ടികളാണ് മൂഷക വംശം, തുഹഫത്തുൽ മുജാഹിദീൻ. അപ്പം ഈ സമയത്ത് ഇറങ്ങിയ മറ്റ് രണ്ട് പുസ്തകങ്ങളാണ് മൂഷക വംശവും പിന്നീട് എന്താണ്? തുഹഫത്തുൽ മുജാഹിദീനും. അപ്പൊ മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ആയുർവേദ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? അഷ്ടാംഗ ഹൃദയം. അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇത് കൂടാതെ തന്നെ ആ സമയത്ത് ഇറങ്ങിയ മറ്റു പല സൃഷ്ടികളാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രചനകളാണ് മൂഷക വംശം, തുഹഫത്തുൽ മുജാഹിദീൻ. ഇത് രണ്ടും മധ്യകാലഘട്ടത്തിൽ ഇറങ്ങിയ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ്. ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് പള്ളികൾ. അപ്പൊ അന്ന് കാലത്ത് നമ്മൾ പറഞ്ഞു ബുദ്ധക്ഷേത്രങ്ങളെ പറയുന്ന പേരെന്താണ്? പഗോഡകൾ എന്നാണ് പറയുന്നത്. ഇനി ബുദ്ധക്ഷേത്രങ്ങളോട് അല്ലെങ്കിൽ ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങളെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പള്ളികൾ. നമ്മൾ പള്ളിക്കുടം എന്നാണ് പറയുന്നത് അല്ലേ. സ്കൂളിന് എന്ത് പറയും? മലയാളത്തിൽ പള്ളിക്കുടം എന്ന് പറയും. അപ്പൊ പള്ളിക്കുടം എന്ന് പറയാൻ പള്ളി എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് വരുന്നത്? ബുദ്ധക്ഷേത്രങ്ങളോട് അല്ലെ ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്നിട്ടുള്ള വിദ്യാലയങ്ങളെ അന്ന് കാലത്ത് എന്താണ് വിളിച്ചിരുന്നത്? പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. മധ്യകാല കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ശാലകൾ. മധ്യകാല കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ അറിയപ്പെട്ടിരുന്നത് എന്താണ്? ശാലകൾ എന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് കാന്തല്ലൂർ ശാല, അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം മധ്യകാല കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ അറിയപ്പെട്ടിരുന്നത് ശാലകൾ എന്നായിരുന്നു. എന്നാൽ ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ അറിയപ്പെട്ടിരുന്നത് പള്ളികൾ എന്നായിരുന്നു. ശാലകൾ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ശാലകൾ എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ശാലകൾ ഉള്ളത്. പ്രധാന ശാലകൾ ഏതൊക്കെയാണ്? കാന്തല്ലൂർ ശാല, വിഴിഞ്ഞം ശാല, പാർത്ഥിവശേഖരപുരം ശാല. പ്രധാനമായിട്ടും 3 ശാലകളാണുള്ളത്. കാന്തല്ലൂർ ശാല, പിന്നീട് വിഴിഞ്ഞം ശാല, പാർത്ഥിവശേഖരപുരം ശാല. ഇത് 3 എന്താണ്? ശാലകളാണ്. ശാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ശാലകൾ എന്ന് പറയുന്നത്. അപ്പോൾ മധ്യകാലത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ശാലകൾ ഏതൊക്കെയാണ്? കാന്തല്ലൂർ ശാല, വിഴിഞ്ഞം ശാല, അതേപോലെ തന്നെ ഏതാണ്? പാർത്ഥിവശേഖരപുരം ശാല. ഇത് 3 കേരളത്തിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ ശാലകൾ. അടുത്തത് ശാസ്ത്രവും സാഹിത്യവും.
മധ്യകാലഘട്ടത്തിൽ പെരുമാൾ ഭരണത്തിന് ശേഷം വികാസം പ്രാപിച്ച രണ്ട് വിജ്ഞാന ശാഖകളാണ് ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം. അപ്പം പെരുമാൾ സമയത്ത് തന്നെ ജ്യോതിശാസ്ത്രം കുറച്ച് വികാസം പ്രാപിച്ചിരുന്നു. അതിനുശേഷം വന്ന മറ്റൊരു ശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് വൈദ്യശാസ്ത്രം. വാഗ്ഭടാനന്ദൻ രചിച്ച കൃതിയാണ് അഷ്ടാംഗ ഹൃദയം. അപ്പോൾ വാഗ്ഭടാനന്ദൻ നമ്മൾ നേരത്തെ അഷ്ടാംഗ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞത് അല്ലേ? അപ്പം അഷ്ടാംഗ ഹൃദയം ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകമാണ് അഷ്ടാംഗ ഹൃദയം. അത് രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ അല്ലേ? വാഗ്ഭടാനന്ദൻ രചിച്ച കൃതിയാണ് അഷ്ടാംഗ ഹൃദയം. യൂറോപ്യൻ സഞ്ചാരികളായ മാർക്കോ പോളോ, ഗാർഷ്യാഡ ഓർട്ട എന്നിവരുടെ കുറിപ്പുകൾ പ്രതിപാദിക്കുന്നത് കേരളത്തിലെ ഭിക്ഷുകരന്മാരെ കുറിച്ചാണ്. അതേപോലെ തന്നെ യൂറോപ്യൻ സഞ്ചാരികളായ മാർക്കോ പോളോയുടെയും അതേപോലെ തന്നെ ഗാർഷ്യാഡ ഓർട്ട എന്ന് പറയുന്ന ഈ രണ്ട് വിദേശ സഞ്ചാരികളുടെയും അല്ലെങ്കിൽ യൂറോപ്യൻ സഞ്ചാരികളുടെയും കുറിപ്പുകൾ പ്രതിപാദിക്കുന്നത് എന്താണ്? കേരളത്തിലെ ഭിഷഗ്വരന്മാരെ കുറിച്ചാണ് അല്ലെ? കേരളത്തിലെ ഡോക്ടർമാരെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഈ അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചും അത് രചിച്ച വാഗ്ഭടാനന്ദനെ കുറിച്ചും. അത് കേരളത്തിലല്ല, എവിടെയാണ് വാഗ്ഭടാനന്ദൻ? എവിടെയാണ്? കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ് അല്ലേ വാഗ്ഭടാനന്ദൻ? കേരളത്തിൽ. യെസ്. അപ്പോൾ എന്താണ്? യൂറോപ്യൻ സഞ്ചാരികളായ മാർക്കോ പോളോ, ഗാർഷ്യാഡ ഓർട്ട എന്നിവരുടെ കുറിപ്പുകൾ പ്രതിപാദിക്കുന്നത് എന്താണ്? കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ഭിഷഗ്വരന്മാരെ കുറിച്ചാണ് പറയുന്നത്. അഷ്ടാംഗ ഹൃദയം രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓക്കെ. പ്രശസ്തരായ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരാണ് വടശ്ശേരി പരമേശ്വരനും ഇരിങ്ങാലക്കുട മാധവനും. അപ്പൊ അക്കാലത്തെ പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരായിരുന്നു ആരൊക്കെ? വടശ്ശേരി പരമേശ്വരൻ, ഇരിങ്ങാലക്കുട മാധവൻ. വടശ്ശേരി പരമേശ്വരൻ, ഇരിങ്ങാലക്കുട മാധവൻ. ഇവർ രണ്ടുപേരും അക്കാലത്തെ പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരായിരുന്നു. ആദ്യഘട്ടത്തിൽ സാഹിത്യകൃതികൾ രൂപപ്പെടുന്നത് സംസ്കൃതവും മലയാളവും ചേർന്ന മണിപ്രവാളത്തിലായിരുന്നു. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഈ സാഹിത്യകൃതികൾ രൂപപ്പെടുന്നത് എങ്ങനെയായിരുന്നു? മണിപ്രവാളത്തിലായിരുന്നു. അതിനകത്ത് സംസ്കൃതവും മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ. പിന്നീട് ആ ലിപി മാറി പ്രോപ്പർ മലയാളത്തിലേക്ക് വന്നു. പക്ഷേ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ്? മണിപ്രവാളത്തിലായിരുന്നു കൃതികൾ എഴുതിയിരുന്നത്. തെളി മലയാളത്തിലുള്ള ആദ്യ കൃതി ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ്. അപ്പം പ്യുവർ മലയാളത്തിലുള്ള ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഏതാണ്? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ്. അപ്പം നമ്മൾ പറഞ്ഞു ആ മധ്യകാലഘട്ടത്തിൽ കൂടുതലും രചനകളൊക്കെ വന്നിരുന്നത് ഏത് ഭാഷയിലാണ്? മണിപ്രവാളത്തിലാണ് വന്നിരുന്നത്. തെളി മലയാളം, അതായത് പ്യുവർ മലയാളത്തിൽ ആദ്യമായിട്ട് വന്ന രചന എന്ന് പറയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയാണ്. ഇനി ബൗദ്ധ ജൈന മതങ്ങൾ കേരളത്തിലെ ഗോത്ര സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധമത സ്വാധീനം കാരണമായി. അപ്പോൾ ബുദ്ധമതം എന്ന് പറയുന്നത് നമ്മുടെ ഗോത്ര സംസ്കാരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ച ഒരു മതമാണ് ഏതെന്ന് പറയുന്നത്? ബുദ്ധമതം എന്ന് പറയുന്നത്. ബുദ്ധമത സ്വാധീനം ചെലുത്തിയ മേഖലകൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ഉത്സവങ്ങൾ, വൈദ്യം, ഭാഷ, അക്ഷരമാല, ജ്യോതിഷം അല്ലേ? അപ്പം ബുദ്ധമത സ്വാധീനം ചെലുത്തിയ മേഖലകളാണ് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ ഉത്സവങ്ങൾ, വൈദ്യം, ഭാഷ, അക്ഷരമാല, ജ്യോതിഷം, ഈ പറയുന്ന എല്ലാ മേഖലകളിലും ബുദ്ധമതം അതിൻ്റെതായ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധമതവും ജൈനമതവും പറഞ്ഞു. അതിൽ കേരളത്തിലെ ഗോത്ര സംസ്കാരത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താനായിട്ട് ആർക്ക് കഴിഞ്ഞു? ബുദ്ധമതത്തിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവർ സ്വാധീനം ചെലുത്തിയ മേഖലകൾ ഏതൊക്കെയാണ്? വിജ്ഞാനമുണ്ട്, ഉത്സവങ്ങൾ, പിന്നീട് വൈദ്യം, ഭാഷ, അക്ഷരമാല, ഈ പറയുന്ന എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്തിയിരുന്നു. ജൈനമതം പ്രചരിപ്പിച്ചത് ക്രിസ്തുവർഷം 8 മുതൽ 9 നൂറ്റാണ്ട് വരെയാണ്. അപ്പം ക്രിസ്തുവർഷം 8 നൂറ്റാണ്ട് മുതൽ 9 നൂറ്റാണ്ട് വരെയാണ് ജൈനമതം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചത്. കാർഷിക വൃത്തിയിലും വ്യാപാരത്തിലും ഏർപ്പെട്ടിരുന്നവരായിരുന്നു ജൈനമതക്കാർ. അപ്പോൾ ജൈനമതക്കാർ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ജോലികൾ ചെയ്തിരുന്ന? ഒന്നുകിൽ കാർഷിക വൃത്തി, അല്ലെങ്കിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. ഒന്നുകിൽ ട്രേഡ് ആയിരിക്കും, അല്ലെങ്കിൽ കർഷകരായിരിക്കും. ഈ രണ്ട് കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണ് ജൈനമത വിശ്വാസികൾ എന്ന് പറയുന്നത്. മധ്യകാല ജൈനമതത്തിന്റെ ചരിത്ര അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത് വയനാട്, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം. അപ്പോൾ ഈ 4 ജില്ലകളിലാണ് മധ്യകാലഘട്ടത്തിലെ ജൈനമത അവശിഷ്ടങ്ങൾ കാണപ്പെട്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വയനാട്, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം. ഈ 4 സ്ഥലങ്ങളിലാണ് ജൈനമതാവശിഷ്ടങ്ങൾ പിന്നീട് നമുക്ക് ലഭിച്ചത്. ബുദ്ധമതാവശിഷ്ടങ്ങൾ കണ്ടിരുന്ന സ്ഥലങ്ങൾ തെക്ക് ചെട്ടികുളങ്ങര, ഭരണിക്കാവ്, മാവേലിക്കര, അമ്പലപ്പുഴ. ഇപ്പം ബുദ്ധമതാവശിഷ്ടങ്ങൾ എവിടേക്കാണ് കിട്ടിയത്?
ചെട്ടികുളങ്ങരയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ഭരണിക്കാവ്, മാവേലിക്കര, അമ്പലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ബുദ്ധമതാവശിഷ്ടങ്ങൾ കിട്ടിയത്. അപ്പം ഈ വ്യത്യാസം ഒന്ന് ഓർത്തിരിക്കുക. ജൈനമതാവശിഷ്ടങ്ങൾ കിട്ടിയത് വയനാട്, കോഴിക്കോട്, പാലക്കാട്, അതേപോലെ തന്നെ എവിടെയാണ് എറണാകുളം സൈഡിൽ നിന്നാണ്. ബുദ്ധമതാവശിഷ്ടങ്ങൾ കിട്ടിയതോ കുറച്ചുകൂടി ഇങ്ങനെ തെക്കോട്ടാണ് അല്ലേ. അതായത് തെക്ക് ചെട്ടികുളങ്ങര, ഭരണിക്കാവ്, മാവേലിക്കര, അമ്പലപ്പുഴ സ്ഥലങ്ങളിൽ നിന്നാണ് എന്ത് കിട്ടിയത്? ബുദ്ധമതാവശിഷ്ടങ്ങൾ കിട്ടിയത്. ആലപ്പുഴയല്ല, അമ്പലപ്പുഴയാണ്. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയത്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയാണ് ബുദ്ധമതാവശിഷ്ടങ്ങൾ കിട്ടിയ മറ്റൊരു സ്ഥലം. കേരളത്തിൽ ആയുർവേദം പ്രചരിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നത് ബുദ്ധ ജൈന മതക്കാരാണ്. അപ്പോൾ കേരളത്തിൽ ആയുർവേദം പ്രചരിപ്പിച്ചത് ആരാണ്? ബുദ്ധ ജൈന മതക്കാരാണ്. 18-ാം നൂറ്റാണ്ടോടെ വ്യത്യസ്തമായ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങൾ കേരളത്തിൽ രൂപം കൊണ്ടു. അപ്പോൾ എന്താണ്? 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും, അപ്പം മധ്യകാലഘട്ടം ഏകദേശം അവസാനിക്കാറായി. ആ ഒരു സമയമായപ്പോഴേക്കും എന്താണ്? കേരളത്തിൽ വ്യത്യസ്തമായ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങൾ രൂപം കൊണ്ടു. അപ്പം സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും അതുവരെ ജീവിച്ചു വന്ന ഒരു പാറ്റേണിൽ നിന്ന് ആൾക്കാർ മാറിത്തുടങ്ങി. ഇതോടൊപ്പം കേരളത്തിലെ ഭാഷ, കല, വിജ്ഞാനം എന്നിവയും തനതായ രൂപം കൈവരിച്ചു. അതോടൊപ്പം തന്നെ ഭാഷ, നമ്മൾ ആദ്യം വട്ടെഴുത്തും കോലെഴുത്തും ഒക്കെ ആയിരുന്നു, മണിപ്രവാളം ഉണ്ടായിരുന്നു. അതിൽ നിന്നെന്താണ്? കേരളം ഭാഷയിലാണെങ്കിലും വികാസം പ്രാപിച്ചു. പിന്നീട് എന്താണ്? കലാകാര്യങ്ങളിൽ അതേപോലെ തന്നെ വിജ്ഞാനത്തിൽ എല്ലാം വികാസം പ്രാപിച്ച ഒരു സമയമാണ് ഈ ഒരു 18-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ശ്രീശങ്കരൻ. ശ്രീശങ്കരൻ ജീവിച്ചിരുന്നത് BC 8-9 നൂറ്റാണ്ട്, അതായത് 8 മുതൽ 9-ാം നൂറ്റാണ്ട് വരെയാണ് ശ്രീശങ്കരൻ ജീവിച്ചിരുന്നത്. പല ആചാരങ്ങളെയും എതിർത്ത് സമൂഹത്തിൽ ഉയർന്ന ചിന്ത അവതരിപ്പിക്കാൻ ശ്രീശങ്കരൻ ആശ്രയിച്ചത് വേദോപനിഷത്തുകളെയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളെയും എതിർത്ത് എന്താണ് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ആൾക്കാരെ സഹായിക്കണം എന്ന് പറഞ്ഞ അതിനെ അദ്ദേഹം ആശ്രയിച്ചത് എന്തിനെയാണ്? വേദോപനിഷത്തുകളെ. അപ്പോൾ വേദങ്ങളെ ഉപനിഷത്തുകളെയും ആശ്രയിച്ചിട്ടാണ് ശ്രീശങ്കരൻ എന്ത് ചെയ്തത്? സമൂഹത്തിൽ നിലനിന്നിരുന്ന പല ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടിയത്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന നൂറ്റാണ്ടെന്നാണ് BC 8 മുതൽ 9-ാം നൂറ്റാണ്ട് വരെയാണ് ശ്രീശങ്കരൻ ജീവിച്ചിരുന്നത്. അപ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹത്തിന് പോരാടാൻ എന്താണ് അറിവ് ലഭിച്ചത് എവിടെ നിന്നാണ്? വേദോപനിഷത്തുകളുടെ സഹായത്തോടു കൂടിയാണ്. ശ്രീശങ്കരൻ തൻ്റെ അദ്വൈത സിദ്ധാന്തം രൂപപ്പെടുത്തിയത് ഉപനിഷത്ത് ദർശനങ്ങളുടെ അടിത്തറയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് എന്തെന്ന് പറയുന്നത്? അദ്വൈത സിദ്ധാന്തം അല്ലേ. ആ അദ്വൈത സിദ്ധാന്തം രചിച്ചത് എന്താണ്? ഉപനിഷത്തുകളെ ബേസ് ചെയ്തിട്ടാണ് ഈ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്ന ആ ഒരു ബുക്ക് ചിട്ടപ്പെടുത്തിയത്. ശങ്കര ദർശനത്തിന്റെ പൊരുൾ എന്നറിയപ്പെടുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, തത്വമസി, അത് നീയാണ്. അപ്പോൾ ഈ ശങ്കര ദർശനത്തിന് രണ്ട് ശങ്കര ദർശനം എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നെന്താണ്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമാണ്. തത്വമസി, അത് നീയാകുന്നു. ഇത് രണ്ടുമാണ് ശങ്കര ദർശനത്തിന്റെ പൊരുൾ എന്ന് അറിയപ്പെടുന്നത്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ശ്രീശങ്കരനാണ്. അപ്പോൾ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? ശ്രീശങ്കരനാണ്. അപ്പോൾ നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ശങ്കര ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. ശങ്കര ദർശനത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത് എന്താണ്? അഹം ബ്രഹ്മാസ്മി, അതേപോലെ തന്നെ തത്വമസി. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീശങ്കരനാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ബുക്ക് അദ്വൈത സിദ്ധാന്തം രചിച്ചത് എന്തിന്റെ അടിത്തറയിലാണ്? ഉപനിഷത്തുകളുടെ അടിത്തറയിലാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് രചിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെഷനിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബാലൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്